അമേരിക്കയും കാനഡയും തമ്മിൽ വാഷിംഗ്ടണിൽ നടന്ന നിർണായകമായ വ്യാപാര കരാർ ചർച്ചകൾ പരാജയപ്പെട്ടു. ചർച്ചകൾ വഴിമുട്ടിയതോടെ കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് ഏർപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കി. അർദ്ധരാത്രിയോടെ ശതകോടിക്കണക്കിന് ഡോളറിന്റെ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ പുതിയ തീരുവ പ്രാബല്യത്തിൽ വരും. യുഎസിന്റെ അന്യായമായ നടപടികൾക്കെതിരെ ഡോളർ എന്ന കണക്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പ്രഖ്യാപിച്ചു. അമേരിക്കയുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളിലും കാനഡ തൽക്കാലമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അമേരിക്കയും കാനഡയും തമ്മിൽ വാഷിംഗ്ടണിൽ 3 ദിവസമായി നടന്നുവന്ന ഉന്നതതല വ്യാപാര കരാർ ചർച്ചകൾ നിർണായകമായ ഘട്ടത്തിലാണ് പരാജയപ്പെട്ടത്. അവസാന നിമിഷം വരെ ധാരണയിലെത്താൻ ശ്രമിച്ചെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ സാധിച്ചില്ല. യുഎസ് വ്യാപാര പ്രതിനിധി ജാസ്മിൻ ഗ്രീറും കാനഡയുടെ യുഎസ് പ്രധാനമന്ത്രി ഡൊമിനിക് ലെബ്ലാങ്കും തമ്മിൽ വെള്ളിയാഴ്ച അർദ്ധരാത്രി വരെ ദീർഘനേരം ചർച്ചകൾ തുടരുകയായിരുന്നു. എന്നാൽ അമേരിക്കൻ ഭരണകൂടം മുന്നോട്ട് വെച്ച കർശന വ്യവസ്ഥകൾ കാനഡ നിരാകരിച്ചതോടെയാണ് ചർച്ചകൾ പൂർണ്ണമായും വഴിമുട്ടിയത്. 1930 താരിഫ് ആക്ടിലെ സെക്ഷൻ 338 പ്രകാരം ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ 50% തീരുവ നിലവിൽ വന്നു. കാനഡയിൽ നിന്ന് ഏകദേശം $20 ബില്യൺ മൂല്യമുള്ള കയറ്റുമതി ഉൽപ്പന്നങ്ങളാണ് പുതിയ നികുതി നിരക്കുകൾ നേരിട്ട് ബാധിക്കുന്നത്. ഡയറി ഉൽപ്പന്നങ്ങൾ, മദ്യം, വാഹന വിപണി തുടങ്ങിയ മേഖലകളിൽ കാനഡ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കണമെന്ന യുഎസ് ആവശ്യവും നിലവിലുള്ള നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ വേണമെന്ന കാനഡയുടെ നിലപാടുമാണ് രണ്ട് സൗഹൃദ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പാളാൻ പ്രധാന കാരണമായത്. അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുവ പ്രഖ്യാപനത്തിന് പിന്നാലെ കടുത്ത ഭാഷയിലാണ് അമേരിക്കൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പ്രതികരിച്ചത്. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ കാനഡ താൽക്കാലികമായി നിർത്തിവെക്കുകയും വാഷിംഗ്ടണിലുള്ള കനേഡിയൻ പ്രതിനിധികളോട് ഉടൻ തന്നെ ഒട്ടാവയിലേക്ക് തിരിച്ചെത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. കാനഡയുടെ ദേശീയ താൽപര്യങ്ങളും തൊഴിലാളികളുടെ അവകാശങ്ങളും സംരക്ഷിക്കാൻ അവസാന നിമിഷം വരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചതായി മാർക്ക് കാർണി വ്യക്തമാക്കി. എന്നാൽ ചർച്ചകളുടെ അവസാന ഘട്ടത്തിൽ അമേരിക്ക മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ തികച്ചും അന്യായവും സാമ്പത്തികമായി ദോഷകരവുമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഏതൊരു അന്താരാഷ്ട്ര കരാറിനെയും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അമേരിക്കൻ ഭരണകൂടം പെരുമാറിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡോളറിന് ഡോളർ എന്ന കണക്കിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ തിരിച്ചടിയായി കടുത്ത നികുതി ചുമത്തുമെന്നാണ് മാർക്ക് കാർണി പ്രഖ്യാപിച്ചത്. കനേഡിയൻ വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കാൻ തിരിച്ചടി അനിവാര്യമാണെന്നും ബാധിക്കപ്പെട്ട മേഖലകൾക്കായി കൂടുതൽ സാമ്പത്തിക പിന്തുണ വരും മാസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കാനഡയുടെ ആകെ കയറ്റുമതിയുടെ 70% അമേരിക്കയിലേക്കാണ് പോകുന്നത്. എന്നാൽ അമേരിക്കയോടുള്ള അമിത ആശ്രയത്വം കുറയ്ക്കാനും മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം വൈവിധ്യവൽക്കരിക്കാനുമുള്ള കൃത്യമായ സന്ദർഭമാണെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി തങ്ങളുടെ ജനങ്ങളോട് വ്യക്തമാക്കി. പുതിയ നികുതി നിരക്കുകൾ കാനഡയുടെ നിർമ്മാണ വ്യാപാര മേഖലയെ സാരമായി ബാധിക്കും. കാനഡയിൽ നിന്നുള്ള സ്റ്റീൽ, അലുമിനിയം, തടി, വാഹനങ്ങൾ തുടങ്ങിയ പ്രധാന ഇറക്കുമതികൾക്കാണ് അമേരിക്ക 50% താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാനഡയുടെ ആകെ കയറ്റുമതിയുടെ 70% അമേരിക്കയിലേക്കാണ് പോകുന്നത്. അതിനാൽ ഈ ട്രേഡ് വാർ കാനഡയുടെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കാനഡ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും മദ്യ ഇറക്കുമതി നിരോധനവുമാണ് ട്രംപ് ഭരണകൂടത്തെ പ്രകോപിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വടക്കേ അമേരിക്കയിലെ വൻകരയിലെ രണ്ട് പ്രമുഖ സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം ആഗോള വിപണിയിലും വരും ദിവസങ്ങളിൽ പ്രതിഫലിച്ചേക്കും.